UK-യിലെ A1 NH ആണ്, സൂപ്പർ എക്സ്പ്രസ് ഹൈവേ ആണ്. ഞാനിപ്പോൾ അതിൻ്റെ മുകളിൽക്കൂടെയുള്ള അപ്പർ പാസിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അപ്പർ പാസിൽ കൂടെ ട്രാഫിക്കൊന്നുമില്ല, ഓൺലി ഫോർ ബസ്. ഹൈവേ കൂടെ ഇവിടെ ആംസ്റ്റർഡാം ടു ലണ്ടനുള്ള A1 ഹൈവേ ആണ് UK-യിലെ. അതിൻ്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. നല്ല മനോഹരമായ കാഴ്ചയാണ്. ഓക്കെ, ഇത് മിനിമം ഈ ഭാഗത്തൊക്കെ 60 മൈലാണ്, അതായത് 90 കിലോമീറ്ററാണ് സ്പീഡ്. കുറയാനും പാടില്ല, കൂടാനും പാടില്ല. 6 ട്രാക്കാണ്, പക്ഷെ വളരെ ഡിസിപ്ലിൻഡാണ്. എന്ത് നീറ്റാണെന്ന് നോക്ക്. ഇപ്പം ഞാൻ ഹൈവേ കവർ ചെയ്തിട്ട് വേറെ ഏരിയയിലേക്ക് പോന്നിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഈ റോഡ് കണ്ടില്ലേ, നമ്മുടെ അവിടെ നാട്ടിലെ PWD റോഡ് മാതിരിയുണ്ട്. പക്ഷെ ഇവിടെ ഒരു കുറച്ച് പോർഷൻ വാക്ക് ആണ്. നടുക്കോടെ റോഡ് കാണുന്നില്ല, അത് ഇവിടുത്തെ ബസ് സർവീസിന് മാത്രമേ ഉള്ളൂ. പ്രൈവറ്റ് കാറുകൾക്ക് നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് ചെല്ലുമ്പോൾ അവിടെ റൗണ്ട് അബൌട്ട് ഉണ്ട്, അവിടുന്ന് ടേൺ ചെയ്തിട്ട് വേണം മറ്റ് ഹൈവേയിലേക്ക് കയറാനായിട്ട്. ഇത് കണ്ടില്ലേ, എത്ര സുന്ദരമായ സ്ഥലമാണെന്ന് നോക്ക്. നല്ല മനോഹരമായ സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ ഉള്ളത്. ആൾക്കാർ ഇവിടെ ഹൈവേ ഇങ്ങനെ നടക്കാനൊക്കെ വളരെ സുഖമായിട്ട് നടന്നു പോകാൻ. കണ്ടോ, ഒരാൾ പോലും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇടയ്ക്ക് ഒരാൾ ഇങ്ങനെ വരുന്നതാണ്, കണ്ടോ. ഇപ്പോൾ സമയം ഇവിടെ രാത്രി 8:30 പക്ഷേ ഇവിടെ ഈ സമയത്ത് മെയ് മാസം മുതൽ 10-10:30 ആവണം ഇരുട്ടാവുന്നതിന്. അപ്പോൾ നടക്കാനൊക്കെ നല്ല സുഖമാണ്. ചെറിയൊരു കുളിർകാറ്റൊക്കെ ഉണ്ട്, ഒട്ടും വേർക്കില്ല, നല്ല സുഖം. ഞാനിപ്പോൾ നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. ഇനിയിപ്പോൾ വീട്ടിലേക്ക് എത്തണമെങ്കിൽ അരമണിക്കൂർ വേണം. എന്നാൽ പോലും അങ്ങോട്ട് നടപ്പ് നിർത്തണം തോന്നുന്ന പോലുമില്ല, അത്ര സുഖമാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. നമുക്ക് ഒരു രാത്രി 8:30 മണിക്ക് സൂര്യൻ ഉദിച്ചിരിക്കണുണ്ടോ, നല്ല പ്രകാശം, നല്ല ചുറ്റുപാട് ഇഷ്ടമാതിരി മരങ്ങൾ, ഒരു വനത്തിൻ്റെ പ്രതീതിയുണ്ട്. ഇതിപ്പോൾ റെസിഡൻഷ്യൽ ഏരിയ അല്ല, കുറച്ചുകൂടെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ റെസിഡൻഷ്യൽ ഏരിയ ഒരു ഭാഗത്താണെങ്കിൽ കുറച്ച് ഭാഗം ഇങ്ങനെ കുറേ കാടും ഇതുമാതിരി ഇട്ടിരിക്കും. കാരണം ഈ കാർബണിൻ്റെ പ്രശ്നങ്ങളൊക്കെ എൻവയൺമെൻ്റൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സയൻറ്റിഫിക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ റൗണ്ട് അബൌട്ട് വരെയാണ് വാഹനങ്ങൾ വരാമുള്ളൂ. ഇത് രണ്ടുപേരും മുൻകൂടെ നടന്നു പോകുന്ന കണ്ടില്ലേ. അതിനുശേഷം അവിടെ നിന്ന് തിരിഞ്ഞു പോകണം വണ്ടികളൊക്കെ. എൻ്റെ ഈവനിങ് വാക്ക് തുടരുകയാണ്. ഞാൻ ഒരു റോഡിലേക്ക് പ്രവേശിച്ചപ്പോൾ ഉണ്ടോ, അങ്ങയിലേക്കാണ് നമ്മുടെ ഒരു ഷോപ്പിംഗ് സെൻ്ററാണ് മോറിസൺ എന്നാണ്. അതിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ സാധനങ്ങളൊക്കെ തൊട്ടടുത്ത് വന്ന് ഇവിടുന്ന് വാങ്ങിക്കാം, വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. മോറിസൺ എല്ലാ സാധനങ്ങളും കിട്ടും അതിനകത്ത്. അതാണ് മോറിസൺ. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂസ്. ഇവിടെ ഒരു പ്രോപ്പർട്ടിയൊക്കെ ഉണ്ട്, അതൊക്കെ റെസിഡൻഷ്യൽ എക്സ്പാൻഷന് വേണ്ടി ഓരോ റിയൽ എസ്റ്റേറ്റുകൾ വാങ്ങിയിട്ടിരിക്കുന്നതാണ്. അങ്ങനെ സെയ്ജ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്, അവിടെ ഒരു IT കമ്പനിയായിരുന്നു. അത് 1 വർഷം മുമ്പ് അവരിവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ അത് ഡിസ്പോസ് ചെയ്യുമായിരിക്കും, അങ്ങനെയാണ് അതിൻ്റെ പരിപാടി. നല്ലൊരു IT കമ്പനിയായിരുന്നു. അവർ സെയ്ജ് എന്ന് പറഞ്ഞ പേര് കേട്ടത്. അവരിവിടുന്ന് കുറച്ചുകൂടി വേറൊരു ടൗണിലേക്ക് മാറ്റിയത്. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഡെവലപ്പിംഗ് ഏരിയയാണ്, ഓൾറെഡി ഡെവലപ്ഡ് അല്ല. അപ്പോൾ ഈ കാണുന്ന കാര്യങ്ങളിലൊക്കെ ഓരോ സംഭവങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഉണ്ടായി അത് മുന്നിൽ കാണുന്ന റൗണ്ട് അബൌട്ടാണ്. അതിലേക്ക് ഞാൻ ഇവിടുത്തെ ലോക്കൽ വണ്ടി ഓടിച്ച് കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. മകളുടെ വണ്ടിയൊക്കെ അവൈലബിളാണ്. അപ്പോൾ ഇവിടെ ഒന്നും അങ്ങനെ വലിയ ചെക്കിങ് ഒന്നുമില്ല. നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് ഉപയോഗിച്ച് കുറച്ച് ഇതിലേക്ക് ഓടിക്കാം. ജസ്റ്റ് ഇത്
സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഇവിടെയൊക്കെ 20 കിലോമീറ്റർ, 20 മൈല്, 30 മൈല്, 40 അത്രയുള്ള റേഞ്ചുള്ളൂ. പിന്നെ വാഹനങ്ങളുടെ ഇതും കുറവാണ്. അപ്പോൾ ഞാൻ ഇതിൽ കുറേ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ നടത്തി. ഞാൻ മറ്റേ ഫോർഡിൻ്റെ മെക്കാനിക് ഓടിച്ചു. നല്ലൊരു അനുഭവമായിരുന്നു, നല്ല രസമായിരുന്നു. അപ്പോൾ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് ചില സാധനങ്ങൾ വാങ്ങാനുണ്ട്. പിന്നെ വൈകുന്നേരങ്ങളിലല്ലേ, അല്പം തണുപ്പുമല്ലേ, ചൂടുള്ള സാധനങ്ങളൊക്കെ വളരെ ചീപ്പ് റേറ്റിൽ കിട്ടും. ജോണി വക്കറിൻ്റെയൊക്കെ എല്ലാ ഐറ്റംസ് കിട്ടും. പിന്നെ ബിയർ എല്ലാം കിട്ടും. നമ്മുടെ അവിടെ 4500 രൂപയ്ക്ക് കിട്ടുന്നൊരു സാധനം ഒരു 2800 ഇതിനൊക്കെ കിട്ടും. ഇന്ന് ഏതായാലും ഒരു റെഡ് ലേബൽ വാങ്ങാനായിട്ട് പോവാണ്. പിന്നെ വണ്ടികളുടെ ഒരു എല്ലാ ബ്രാൻഡും ഉണ്ട്. GLE, മിനി കൂപ്പർ, BMW എന്ന് വേണ്ട അമേരിക്കൻ ടൈപ്പ്. പിന്നെ ഇവിടുത്തെ ലാൻഡ് റോവർ, അതിൻ്റെ എല്ലാ മോഡലുകളും ഉണ്ട്. സ്ഥിരമാണ് ലാൻഡ് റോവർ. ഇതാണ് ഞാൻ പറഞ്ഞ മോർസൺ സൂപ്പർ മാർക്കറ്റാണ്. ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. വൈകുന്നേരങ്ങളിലൊക്കെ ആൾക്കാർ മോറിസിൻ്റെ ഫ്രണ്ട് സൈഡൊക്കെ വെറുതെ വിജനമായി കിടക്കുകയാണ്. അവിടെയൊക്കെ എന്തോ മാസ്റ്റർ പ്ലാൻ വരുന്നുണ്ട്, എന്തൊക്കെയോ വരുന്നുണ്ട് അവിടെയൊക്കെ. ഇവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമ്മൾ ലുലു മാൾ മാതിരി പൈസയൊന്നും കൊടുക്കണ്ട, എല്ലാം ഫ്രീ ആണ്. നമുക്ക് ഇത്ര മനോഹരമായിട്ടാണ് കാർ പാർക്കിംഗ് ഉണ്ടാക്കിയിട്ടില്ല. എല്ലാവരും വന്ന് കാർ പാർക്ക് ചെയ്യുന്നു, സാധനം വാങ്ങുന്നു, പോകുന്നു. ശരിക്കും നമ്മുടെ നാടൊക്കെ ഇനി 100 കൊല്ലം കഴിഞ്ഞ് എങ്ങനെ വരുമെന്ന് അറിയില്ല. ഏതായാലും കർമ്മബുദ്ധിയും ഫ്യൂച്ചറിനെ കുറിച്ച് ബോധമുള്ള ഒരു ഭരണാധികാരി നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നു വേണമെങ്കിൽ പറയാം. എന്നാൽ മാത്രമേ നമ്മുടെ നാടൊക്കെ നന്നാവുള്ളൂ. പിന്നെ ജനങ്ങൾ, അത് എത്ര നന്നായാലും നമ്മൾ നന്നായാലും ഒന്നും നന്നാവാൻ പോകുന്നില്ല. അതാണ് ഇവിടുത്തെ ഡിസിപ്ലിൻ. വെൽക്കം മോറിസൺ. ക്രോസ് ചെയ്യുമ്പോൾ ഒക്കെ സൂക്ഷിക്കണം. ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തായിരിക്കും വരുന്നത്. എങ്കിൽ പോയി ഇടിച്ചാൽ പെനാൽറ്റി കാശ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ഇത് മോറിസൻ്റെ ഷോപ്പിംഗ് സെൻറ്ററിലേക്ക് ഞാൻ കടന്നു. ഏതായാലും കൂടുതൽ ഐറ്റംസ് ഒന്നും എടുക്കാത്തത് കൊണ്ട് ഞാൻ ട്രോളിയൊന്നും എടുക്കുന്നില്ല. എൻട്രൻസിൽ കുറേ ഇത് ഗാർഡനിങ് ഉള്ള ചെറിയ ചെറിയ ഇത് വളം ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ചെടിച്ചട്ടികൾ, ഇഷ്ടംമാതിരി സാധനങ്ങളുണ്ട്. ഇതൊക്കെ വളമാണ്, വളം. വീട്ടിലൊക്കെ ഇൻറ്റേർണൽ പ്ലാന്റാണ്. അപ്പം ഞാൻ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇതാണ് ഷോപ്പ്. എല്ലാ വക ഐറ്റം സാധനങ്ങളുണ്ട്. ഞങ്ങൾ 1-2 ഇവിടെ വരും. പുറത്ത് ബേക്കറി ഉണ്ട്. ബേക്കറി ഐറ്റംസ് നമുക്ക് ഓർഡർ ചെയ്യാം, നല്ല ചൂടോടെ കിട്ടും. പിന്നെ അങ്ങേറ്റത് ഫിഷ് കിട്ടും. ഫിഷിൻ്റെ കുറേ ഐറ്റംസ് കിട്ടും.
ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടല്ലോ ഇവിടുത്തെ. നമ്മുടെ സ്ഥിരം ഭക്ഷണമാണ് ഇപ്പോൾ ഇവിടെ വന്നേ. പിന്നെ വെജിറ്റബിളൊക്കെ ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ എല്ലാം തീർന്നു. ഹലോ. Hello, sir. How are you? ഫൈൻ ഫൈൻ. Nice. നമ്മുടെ നാട്ടിലെ ചോളം. ഇപ്പം ഞാൻ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. മോശമല്ല. ഓക്കെ.